കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മുംബൈ ഗോവ ദേശീയപാതയിൽ പാലം തകർന്ന വൻ ദുരന്തം. 2 ബസ്സുകൾ ഒഴുകിപ്പോയി. 22 പേരെ കാണുവാനില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ദുരന്തം. ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനം നടത്തുന്നു. മഹാരാഷ്ട്രയിലെ സാവിത്രി നദിക്ക് കുറുകെ കെട്ടിയിരുന്ന പാലമാണ് ഒഴുകിപ്പോയത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രേംലാൽ ചേരുന്നു മുംബൈയിൽ നിന്നും. പ്രേംലാൽ, ദുരന്തം എപ്പോഴാണ് സംഭവിച്ചത്? രക്ഷാപ്രവർത്തനം നടക്കുകയാണോ? ഒഴുകിപ്പോയ ബസ് സംബന്ധിച്ച് വിശദാംശങ്ങൾ. പ്രജേഷ്, മഹാരാഷ്ട്രയിലെ മഹാഡിലാണ് ഇന്ന് വെളുപ്പിന് 1 മണിയോടുകൂടി ഈ വൻ ദുരന്തമുണ്ടായത്. മുംബൈ ഗോവ ദേശീയപാതയിലെ ഒരു കാലപ്പഴക്കം ചെന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പാലമാണ് കനത്ത മഴയെ തുടർന്ന് പ്രളയത്തിൽ ഒഴുകി പോവുകയുണ്ടായത്. 2 ST ബസ്സുകൾ കാണാതായതാണ് റേഗഡ് കളക്ടർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ കൂടുതൽ വാഹനങ്ങൾ ഒലിച്ചുപോയതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഒരു 45 പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കനത്ത മഴയും ഒഴുക്കും രക്ഷാപ്രവർത്തനങ്ങൾ വളരെയധികം മന്ദീഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മഹാബലേശ്വറിലെ സാവിത്രി നദി കരകവിഞ്ഞൊഴുകിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പാലമാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് റായ്ഗഡ് കളക്ടറുമായി സംസാരിച്ചുവെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയും ഒഴുക്കും ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 22 പേരെ കാണാതായതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. മുംബൈയിൽ നിന്നും തിരിച്ച 2 ബസ്സുകളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തിരച്ചിലിനായി ഹെലികോപ്റ്റർ സഹായവും തേടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? കാരണം ഒഴുകിപ്പോയ 2 ബസ്സുകളിൽ 22 പേരായിരുന്നു ഉള്ളത് എന്നാണോ ലഭിക്കുന്ന വിശദാംശങ്ങൾ? അതിനപ്പുറത്തേക്ക് ആളുകളെ കാണാതായ അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ടുപോയ ആളുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ടോ? രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ ഒരു സാഹചര്യമാണോ ഇപ്പോൾ സ്ഥലത്തുള്ളത്? ബസ്സിൽ ഉണ്ടായിരുന്ന 22 പേരെ ഇനിയും കിട്ടിയിട്ടില്ല. ഇത് കൂടാതെ തന്നെ പ്രദേശവാസികൾ പറയുന്നത് കൂടുതൽ വാഹനങ്ങൾ അപകടമുണ്ടായിട്ടുള്ളതാണ്. രക്ഷാപ്രവർത്തനങ്ങൾ കനത്ത ഒഴുക്ക്, ഇപ്പൊ മഴയും ശക്തിയായി പെയ്യുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ദുസ്സഹമാണെന്നാണ് സൂചന ലഭിക്കുന്നത്. ഈ പ്രദേശം എങ്ങനെയാണ്? ഈ പ്രദേശത്തിൻ്റെ ഒക്കെ തന്നെ ഒരു ഘടനയൊക്കെ വെച്ച് എങ്ങനെയാണ് അപകടത്തിൻ്റെ അപകട സാധ്യത എങ്ങനെയായിരുന്നു? അപ്പം നാട്ടുകാർ, ദൃക്സാക്ഷികളൊക്കെ പറയുന്ന കാര്യങ്ങൾ കൂടുതലായി. ഇതൊരു റിമോട്ട് പ്ലേസ് ആണ്. പ്രാഥമിക സൗകര്യങ്ങൾ കുറവുള്ള ഒരു സ്ഥലമായതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കും വളരെയധികം ദുസ്സഹമായിരിക്കുന്നത്. പ്രദേശവാസികളും സഹായത്തിലുണ്ടെങ്കിൽ ഈ ഒഴുക്ക്, വളരെ ശക്തമായ ഒഴുക്ക്, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. എങ്ങനെ സംയുക്തമായുള്ള തിരച്ചിലാണോ ഇപ്പോൾ നടക്കുന്നത്? അതെ, സംയുക്തമായിട്ടുള്ള തിരച്ചിലാണ്. ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ സഹായം തേടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ വന്നാൽ കുറച്ചുകൂടി കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പൂനെയിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും മണിക്കൂറുകൾക്കകം എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ദുരന്ത നിവാരണ സേന നേരിട്ടെത്തി ഉള്ള തെരച്ചിലിൽ ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അനുകൂലമായ യാതൊരുവിധ റിപ്പോർട്ടുകളും നമുക്ക് കിട്ടിയിട്ടില്ല. തെരച്ചിലുകൾക്ക് തന്നെ പ്രദേശവാസികൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സ്ഥിതിവിശേഷമാണ്. കനത്ത മഴയും ഈ ഒഴുക്കിലും അതിനോടുള്ള ഒരു പ്രായോഗിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ് അവിടെ. മഴയാണോ ഇപ്പോൾ സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നത്? 4-5 ദിവസമായിട്ട് കനത്ത മഴയായിരുന്നു അവിടെ. അപ്പോ നദി കരകവിഞ്ഞൊഴുകിയതും ഇതെല്ലാം കൂടിയുള്ള ഈ പ്രഷർ വളരെ സമ്മർദ്ദമുണ്ട്. ഈ വെള്ളത്തിന്റെ ഒഴുക്കിന് തന്നെ വളരെയധികം സമ്മർദ്ദമുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് അതൊരു രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിയുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ സഞ്ചരിച്ച ബസ്സാണോ കാണാതെ പോയിരിക്കുന്നത്? അത്ര ഒരു വിശദാംശം ഇനിയും കിട്ടിയിട്ടില്ല രജേഷ്. യെസ്, വ്യക്തമാണ്. പ്രേംലാലാണ് മുംബൈയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2 ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ടു. 22 പേരെ കാണാതായി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിശദാംശങ്ങൾ. സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ജിദ്ദയിലെത്തി. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുമായും തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും VK സിംഗ് ചർച്ച നടത്തും. അതേസമയം തൊഴിലാളികളുടെ ഇഖാമ സൗജന്യമായി പുതുക്കി നൽകാമെന്ന് സൗദി സർക്കാർ ഉറപ്പ് നൽകി. വിശദാംശങ്ങളുമായി ജമാൽ ചേരുന്നു. ജമാൽ, എന്തായാലും അനുകൂലമായ സാഹചര്യം തെളിയുകയാണോ? ആഭ്യന്തര സഹമന്ത്രി നേരിട്ട് നടത്തുന്ന ഇടപെടലുകൾ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണോ?
തീർച്ചയായും പ്രജേഷ്, സൗദിയിലെ ഏതാണ്ട് 8,000-ഓളം വരുന്ന തൊഴിലാളികൾ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കടുത്ത ദുരിതത്തിലാണ് ഈ തൊഴിലാളികൾ. ഇന്ന് പുലർച്ചെയാണ് VK സിംഗ് ജിദ്ദയിൽ എത്തിയത്. തൊഴിലാളികളെ തിരികെ എത്തിക്കാനും പ്രശ്നപരിഹാരത്തിനുമുള്ള ചർച്ചകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും. സൗദി തൊഴിൽ മന്ത്രാലയവുമായും ഒപ്പം തന്നെ തൊഴിൽ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. തൊഴിലാളികളുടെ ശമ്പളം ലഭിക്കുന്നത്, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സിറ്റ് പെർമിറ്റ് പല ആളുകൾക്കും ഇഖാമയും പാസ്പോർട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ നാട്ടിലെത്തിക്കാൻ എക്സിറ്റ് പാസ് വേണം. ഇതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഈ തടസ്സം നീക്കാനുള്ള ചർച്ചകളും നടക്കും. ജിദ്ദയിലെയും മറ്റു സ്ഥലങ്ങളിലും ലേബർ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കും. ജിദ്ദ, മക്ക, തായിഫ് എന്നിവിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിലായി 2450 പേരാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഒപ്പം തന്നെ റിയാദിലും ദമ്മാമിലുമുള്ള ലേബർ ക്യാമ്പുകളിലായി 4600 പേരും കടുത്ത ദുരിതത്തിൽ കഴിയുന്നു. എക്സിറ്റ് പാസ് ലഭിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമായി സൗദി ഭരണകൂടത്തിന് അനുകൂല നിലപാടാണ് ഉള്ളത്. ഈ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായത് സൗദി ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ശമ്പളം ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടാണ് സൗദി സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ സൗദി അറേബ്യയിൽ തുടരാൻ താല്പര്യമുള്ള തൊഴിലാളികൾക്ക് സ്പോൺസർഷിപ്പ് മാറാനുള്ള ചർച്ചകളും ഇന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. ഇതിന്റെ ജമാലെ, വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഇന്ന് ആരുമായിട്ടൊക്കെയാണെന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്? സൗദി ഭരണാധികാരികളെ ഒക്കെ തന്നെ നേരിട്ട് കാണുന്നുണ്ടോ? ഒപ്പം ക്യാമ്പിൽ എപ്പോഴായിരിക്കും അദ്ദേഹം എത്തുക? സൗദി ഭരണാധികാരികളെ കാണുന്നത് സംബന്ധിച്ച് കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അതുപോലെ തന്നെ ഓജർ കമ്പനിയിലെ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തും. ഒപ്പം തന്നെ വിവിധ ക്യാമ്പുകൾ, തൊഴിലാളി ക്യാമ്പുകൾ, ജിദ്ദയിലെയും പരിസരത്തെയും തൊഴിലാളി ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നേരത്തെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ സൗദി തൊഴിൽ മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിഴ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഭരണകൂടം സ്വീകരിക്കുക എന്നാണ് അറിയുന്നത്. ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ തൊക്കിലങ്ങാടി CPIM ഓഫീസിന് നേരെ RSS ആക്രമണം. ടെലിവിഷനും ഫർണിച്ചറുകളും തകർത്തു. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്? നാശനഷ്ടം സംബന്ധിച്ചൊക്കെ. രഞ്ജീഷ്, കൂത്തുപറമ്പിനടുത്ത തൊക്കിലങ്ങാടിയിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് തകർത്തിരിക്കുന്നത്. രാത്രി 12:30-ക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഭവത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്നാണ് CPIM ആരോപിക്കുന്നത്. ബോംബെറിഞ്ഞതിനു ശേഷം ഓഫീസിൽ കയറി ഫർണിച്ചറുകളും ടെലിവിഷനും അടക്കമുള്ള ഉപകരണങ്ങളും തകർത്തിട്ടുണ്ട്. RSSന് അല്പം സ്വാധീനമുള്ള പ്രദേശമാണ് തൊക്കിലങ്ങാടി. എന്നാൽ ഈ അടുത്ത കാലത്തായി വൻ മാറ്റമാണ് ഇവിടെയുള്ള മറ്റ് പ്രവർത്തകരും, അതായത് CPIMലേക്ക് ആളുകൾ മാറാനുള്ള സാധ്യത കൂടി വന്ന ഒരു സ്ഥലമാണ് തൊക്കിലങ്ങാടി. ഇതിന്റെ ഒരു പകവീട്ടൽ എന്ന രീതിയിലാണ് ഇതിനെ CPIM നോക്കിക്കാണുന്നത്. SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് സമാധാനം തകർത്തുകൊണ്ട് സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രജീഷ്, വീണ്ടും RSS ആക്രമണം ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങളാണ് ജോഷില നൽകിയത്. UDF-ൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവരെയാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്കായി വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDF-നെയും ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് അടിയന്തര യോഗം വിളിച്ചത്. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം KM മാണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും. കോൺഗ്രസിലെ ആഭ്യന്തര ഗ്രൂപ്പ് പ്രശ്നങ്ങൾ UDF-നെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. നാളെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടക്കുന്ന കൂടിക്കാഴ്ച അതീവ പ്രാധാന്യത്തോടെയും വിലയിരുത്തുന്നു. 6-നും 7-നുമായി ചരൽക്കുന്നിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് KM മാണി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം മാണിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ചയാകുമെന്ന് VM സുധീരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ AI ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കും. എന്നാൽ താൻ മുൻകൈയെടുത്ത് പ്രസിഡന്റാക്കിയ സുധീരന്റെ സ്ഥാനചലനത്തോട് രാഹുൽ ഗാന്ധിക്ക് വിമുഖതയുണ്ട്.
പ്രമുഖ പോഷക സംഘടനയായ KSUവിൽ AA ഗ്രൂപ്പ് നേതാക്കളുടെ താൽപര്യപ്രകാരം തെരഞ്ഞെടുപ്പിലൂടെ പുനഃസംഘടന നടത്തിയിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ഈ തീരുമാനം റദ്ദാക്കുകയും ചെയ്തു. ഇത് സുധീറിന് വലിയ ആശ്വാസം പകരുന്നതായി. സുധീറിനെ മാറ്റാതെ എല്ലാ DCCകളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുക, ജംബോ DCCകൾ പിരിച്ചുവിടുക എന്ന ആവശ്യം വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചരക്ക് സേവന നികുതി ബില്ല് നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ഇന്ന് രാജ്യസഭയിൽ. കോൺഗ്രസ് പിന്തുണയോടെ ബിൽ രാജ്യസഭ പാസാക്കുമെന്ന് സൂചന. വിഭവ സമാഹരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ നിലനിർത്താനാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ട് വരുന്നത്. സംസ്ഥാനങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കില്ലെന്ന് CPM രാജ്യസഭയിൽ വ്യക്തമാക്കും. രാജ്യസഭയുടെ 2/3 ഭൂരിപക്ഷം തേടിയാണ് GST ബില്ലിനായുള്ള ഭരണഘടനാ ഭേദഗതി ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷമടക്കം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പിക്കാൻ ഇക്കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭ GST ബില്ലിൽ 5 ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. നിയമം നടപ്പിലാക്കുന്നതിലൂടെ ആദ്യ 5 വർഷം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തും. നഷ്ടപരിഹാരം നൽകുന്ന ശതമാനത്തിൽ വ്യത്യാസം തുടങ്ങിയവയിലാണ് മാറ്റം വന്നത്. അതിനുശേഷം അരുൺ ജെയ്റ്റ്ലിയും വെങ്കയ്യ നായിഡുവും കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായും പാർലമെന്റിൽ വച്ചും ചർച്ചയുണ്ടായി. വിഭവ സമാഹരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സൗകര്യങ്ങളിൽ കുറവുണ്ടാകുന്നതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് മേലുള്ള സ്വാതന്ത്ര്യത്തിന്മേൽ കേന്ദ്രം കൈകടത്തില്ലെന്ന ഉറപ്പ് ജെയ്റ്റ്ലി നൽകി. ഇതിനുതകുന്ന തരത്തിൽ ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുന്നത്. നികുതി നിരക്ക് 18% നിജപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ടു പോയതായാണ് സൂചന. പകരം അന്തർ സംസ്ഥാന വിൽപ്പനയിൽ 1% നിർമ്മാണ നികുതി ചുമത്താനുള്ള നിർദ്ദേശം ബില്ലിൽ നിന്നും മോദി സർക്കാർ ഒഴിവാക്കി. 243 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. ഇതിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 163 അംഗങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP കോൺഗ്രസിനു പുറമെ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, AIADMK എന്നിവരുടെ പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതിയായതിനാൽ എതിർക്കേണ്ടതില്ലെന്നാണ് ഇത്തരം പാർട്ടികളുടെ നിലപാട്. അങ്ങനെയെങ്കിൽ ഭേദഗതി രാജ്യസഭ പാസാക്കും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭീകരസംഘടനകളുടെ പ്രതിഷേധത്തിനിടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പാകിസ്ഥാനിലെത്തും. സാർക്ക് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക ചർച്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്ത് ഉദ്വ തലവൻ ഹാഫിസ് സയ്യിദാണ് രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയത്. കാശ്മീരിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ രാജ്നാഥിനെ തടയണമെന്നാണ് ഹാഫിസ് സയ്യിദിന്റെ ആഹ്വാനം. ഇതിനെ പിന്തുണച്ച് ഹിസ്ബുൾ മുജാഹിദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീനും രംഗത്തെത്തി. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ കനത്ത സുരക്ഷയിലാണ് രാജ്നാഥ് സിംഗിന്റെ പാകിസ്ഥാൻ സന്ദർശനം. പത്താൻകോട്ട് ഭീകരാക്രമണം, കാശ്മീർ വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. പാക് ആഭ്യന്തരമന്ത്രി ചൌധരി നിസാർ അലി ഖാനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങളിലുള്ള പാക് നിലപാടിൽ ഇന്ത്യ അതൃപ്തി അറിയിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പിന്നീട് വ്യക്തമാക്കി. ഭീകര സംഘടനകളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിപാടികളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ സാർക്ക് യോഗത്തിൽ പാക് നിലപാടുകളിൽ ഇന്ത്യയുടെ അതൃപ്തി അറിയിക്കും. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സഹായം നൽകുന്നു എന്ന കാര്യം രാജ്നാഥ് സിംഗ് ഉന്നയിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്തനംതിട്ടയിൽ BJP കടുത്ത പ്രതിസന്ധിയിലേക്ക്. BJP മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ പാർട്ടി വിടുന്നതിന് തൊട്ടു പിന്നാലെ നിരവധി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസ്ഥാന നേതൃത്വം ഇവരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തവരെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തുകയും കാലങ്ങളായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയും ചെയ്തതോടെയാണ് BJPയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത്. BJPയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത കുമ്മനം പാർട്ടി അധ്യക്ഷനായി. തുടർന്ന് കുമ്മനത്തിന് വേണ്ടപ്പെട്ടവരെ ജില്ലയിൽ പ്രധാന സ്ഥാനങ്ങളിലിരുത്തി. അതേസമയം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ കറിവേപ്പില പോലെ പുറത്തുകളയുകയും ചെയ്തു. ഇതാണ് BJPക്കുള്ളിലെ വലിയൊരു വിഭാഗത്തിന്റെ പരാതി പുകഞ്ഞു പൊട്ടിത്തെറിയിലെത്തിയപ്പോഴാണ് മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം BJP വിടാൻ തീരുമാനിച്ചത്. ഉണ്ണികൃഷ്ണനും കൂട്ടരും പാർട്ടി വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. ഇത് ജില്ലയിൽ വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ നേതൃത്വം അനുരഞ്ജന ചർച്ചകളുമായി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ കാണുന്നുണ്ട്. എന്നാൽ പാർട്ടി വിടാൻ തീരുമാനിച്ചവരാരും തങ്ങളുടെ തീരുമാനം മാറ്റാൻ തയ്യാറല്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഇതോടെ BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
ഒരു കാലത്ത് മലയോര മേഖലയിൽ സജീവമായിരുന്ന അടയ്ക്ക കൃഷി മഞ്ഞളിപ്പ് രോഗവും തൊഴിലാളി ക്ഷാമവും മൂലം ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്നു. അടയ്ക്ക കൃഷിയെ രക്ഷിക്കാൻ റബ്ബർ ബോർഡ് മാതൃകയിൽ അടയ്ക്ക വികസന ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു കാലത്ത് മറ്റ് സുഗന്ധവ്യഞ്ജന വിളകൾക്കൊപ്പം മലയോര മേഖലയിലെ കർഷകർ പരിപാലിച്ചിരുന്ന അടയ്ക്കയാണ് മഞ്ഞളിപ്പ് രോഗവും വിലസ്ഥിരതയില്ലായ്മയും മൂലം പടിയിറങ്ങുന്നത്. കവുങ്ങുകൾക്ക് കൂട്ടത്തോടെ രോഗം ബാധിച്ചതോടെ കൃഷിയിൽ നിന്നും പിന്മാറൽ ആരംഭിച്ച കർഷകർ കൃഷിക്ക് പണിക്കാരെയും കിട്ടാതായതോടെ കവുങ്ങ് കൃഷി പൂർണ്ണമായും കൈവിട്ടു. നേരത്തെ നമുക്കിവിടെ ആവശ്യത്തിന് മിച്ചം പഴുക്കായും ചമ്പനും ഒക്കെ ആയിട്ട് കൊടുത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിന് വിലയില്ലാതെ വരികയും പിന്നീട് കയറ്റക്കാരെ ആരെയും കിട്ടാതെ തൊഴിലാളികളുടെ ക്ഷാമം മൂലം ഇത് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇത് വാഴയ്ക്കും പാവലിനുമൊക്കെ ആയിട്ട് മുട്ടുവെട്ടി കൊടുക്കാൻ ഇപ്പോൾ ഇത് ഉപകരിക്കുകയുള്ളൂ. പാനുൽപ്പന്നങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ തുടങ്ങി സംസ്ഥാനങ്ങളിലെ വ്യാപാരികൾ ഇപ്പോൾ അടയ്ക്കയ്ക്കായി ഹൈറേഞ്ചിനെ സമീപിക്കുന്നില്ല. ഒന്നാം തരം അടയ്ക്കയ്ക്ക് കിൻഡലിന് 5000 രൂപ വീതം ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന അടയ്ക്കയുടെ മാറ്റുകുറവ് കാരണം രണ്ടാം തരമായി മാത്രമേ ഇവ വിറ്റുപോകുന്നുള്ളൂ. ആഭ്യന്തര വിപണിയുടെ വിൽപ്പനയ്ക്കായി തന്നെ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ പ്രദേശത്തെ വ്യാപാരികൾ. നമ്മൾ ഇവിടുന്ന് അടയ്ക്കയും പാക്കും കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ ഇവിടെ അടയ്ക്ക ലഭ്യമല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ അടയ്ക്ക ഇവിടെ കടകളിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്നാണ് അടയ്ക്ക കൊണ്ടിരുന്നത്. അടയ്ക്ക കൃഷിക്ക് റബ്ബർ ബോർഡ് മാതൃകയിൽ അടയ്ക്ക വികസന ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പരക്കെ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കർക്കിടക വാവിൽ കണ്ടൽ നട്ട് കണ്ടലമ്മച്ചിക്ക് വിദ്യാർത്ഥികളുടെ ആദരം. കുമരകത്താണ് പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ തോടിന്റെ അരികിൽ കണ്ടൽ തൈകൾ നട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി കണ്ടൽ സംരക്ഷിച്ച് പരിപാലിച്ചു പോന്ന കണ്ടലമ്മച്ചി എന്നറിയപ്പെടുന്ന മറിയാമ്മ കുര്യന്റെ ഓർമ്മയ്ക്കായാണ് കുമരകത്ത് കണ്ടൽ ചെടികൾ നട്ടത്. കാഞ്ഞിരപ്പള്ളി ആനക്കൽ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ടൽ നടിയിൽ. കുമരകം ബോട്ട് ജെട്ടി ജംഗ്ഷന് സമീപം ആരംഭിച്ച കണ്ടൽ നടിയിലിൽ ഫോറസ്ട്രി ക്ലബിന്റെ 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് AP സലിമോൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി തോമസ് നെടുമ്പതാലിൽ, വനമിത്ര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ K ബിനു എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതിയായുള്ള മലിനീകരണ നിയന്ത്രണ ശൃംഖലകൾ പ്രവർത്തിക്കുന്നതിൻ്റെയും കൂടെ ഭാഗമായി ഈ കണ്ടൽ ചെടികൾ ഞങ്ങളുടെ ഈ തോടിൻ്റെ ഓരങ്ങളിലും റോഡിൻ്റെ ഓരങ്ങളിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് എന്ന് മാത്രം അറിയിക്കുകയാണ്. കണ്ടലമ്മച്ചിയുടെ ഓർമ്മ എക്കാലവും നിലനിർത്തുന്നതിനായി പുത്തൻ റോഡ് ജംഗ്ഷനിലെ ചേപ്പനക്കര വീട്ടിലേക്കുള്ള വഴിയരികിലെ ബസ് സ്റ്റോപ്പിന് കണ്ടൽപ്പടി എന്ന് നാമകരണം ചെയ്തു. കുമരകം ബോട്ട് ജെട്ടി മുതൽ കവണാറ്റിൻകര വരെയുള്ള തോടിന്റെ വശങ്ങളിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹായത്തോടെ 100 കണക്കിന് കണ്ടൽ ചെടികളാണ് നട്ടുപിടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നത്. 2 മാസത്തിനകം പദ്ധതി നടപ്പിലാക്കി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് വ്യക്തമാക്കി. പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 8 മുതൽ +2 വരെയുള്ള 40,000-ഓളം ക്ലാസ് മുറികൾ ആധുനികവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഴുവൻ ക്ലാസ് മുറികളും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി മാറ്റി വൈഫൈ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കും. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകും. 40,000-ഓളം ക്ലാസ് മുറികൾ കേരളത്തിൽ ഹൈടെക് ആയിട്ട് മാറും. ഇങ്ങനെ ഹൈടെക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്കുള്ള പരിശീലനവും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ അധ്യാപകരെയും ഈ ഹൈടെക് സംവിധാനം ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപക പരിശീലനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇതോടൊപ്പം സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ ജൈവ വൈവിധ്യ പാർക്കുകളാക്കി മാറ്റും. ഹൈസ്കൂളിലും +2വിലും പദ്ധതി നടപ്പിലാക്കിയ ശേഷം തിരഞ്ഞെടുത്ത UP LP സ്കൂളുകളിലും ആധുനികവൽക്കരണം നടപ്പിലാക്കും. LDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുൾപ്പെടെ ആകെ 1300 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന് ചെലവഴിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതിക്ക് രൂപം നൽകും. ആദ്യം ആധുനികവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്ന പുതുക്കാട്, ആലപ്പുഴ, കോഴിക്കോട് നോർത്ത്, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളും സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ഇതിന്റെ തുടർച്ചയായി അടുത്ത മാസം ഈ മണ്ഡലങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.